തൃശൂർ പൂരം വിളംബരം ഇന്ന് നെയ്തലക്കാവ് ഭഗവതി വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി തെക്കേ ഗോപുരം തുറക്കുന്നതോടെയാണ് ചടങ്ങ് പൂർത്തിയാവുക. എറണാകുളം ശിവകുമാറാണ് ഭഗവതിയുടെ തിടമ്പേറ്റുന്നത്. പൂരത്തിൽ പങ്കെടുക്കുന്ന ആനകളുടെ ഫിറ്റ്നസ് പരിശോധന വൈകിട്ട് നടക്കും. നാളെ പുലർച്ചെ ചെറുപൂരങ്ങളുടെ വരവ് ആരംഭിക്കുന്നതോടെ തൃശൂർ പൂരത്തിന് തുടക്കമാകും. ജേസൺ ചാമവളപ്പിൽ തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ജേസൺ, ഗുഡ് മോർണിംഗ്. മുണ്ടത്തിക്കോട് ദുരന്തത്തിലെ ആഘാതത്തിൽ നിന്ന് ഇനിയും നമ്മൾ ആരും മുക്തരായിട്ടില്ല. അതിനിടയിൽ ആചാരപരമായി മാത്രം ആർഭാടങ്ങളെല്ലാം ഒഴിവാക്കി ചടങ്ങുകൾ എന്ന നിലയിൽ മാത്രം തൃശൂർ പൂരം കൊണ്ടാടാൻ പോവുകയാണ്. ഇന്ന് ഇപ്പോൾ പൂരം വിളംബരമാണ്. ചടങ്ങുകൾ ഏത് തരത്തിലാണ്? ഗുഡ് മോർണിംഗ്. തൃശൂർ പൂരത്തിന് ഔദ്യോഗികമായി തുടക്കമാവുകയാണ്. ഇന്ന് 11 മണിയോടുകൂടിയാണ് എനിക്ക് പുറകിൽ കാണുന്ന തെക്കേ ഗോപുരനട തുറക്കുന്നത്. തൃശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് തൃശൂർ പൂരത്തിൻ്റെ വിളംബരം എന്നതാണ് ഈ ചടങ്ങിനെ പറയുന്നത്. തൃശൂർ പൂരം കാണുന്നതിന് വേണ്ടി, പൂരം ആഘോഷിക്കുന്നതിന് വേണ്ടി, പൂരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഏവരെയും ഈ ലോകത്തെ മുഴുവൻ ക്ഷണിക്കുന്നതിന് ചടങ്ങ് എന്ന നിലയിലാണ് പൂരവിളംബരം ചടങ്ങ് കാണുന്നത്. നെയ്തലക്കാവിൽ നിന്ന് 8:30 നെയ്തലക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ആരംഭിക്കും. ആ എഴുന്നള്ളിപ്പ് എറണാകുളം ശിവകുമാറിൻ്റെ ശിരസിലേറി നെയ്തലക്കാവ് ദേവി വടക്കുന്നാഥനിലേക്ക് എഴുന്നള്ളുകയാണ്. അവിടെ നിന്ന് പുറപ്പെട്ട് മണികണ്ഠനാൽ പരിസരത്ത് വെച്ചാണ് മേളത്തിൻ്റെ അകമ്പടിയോടുകൂടി വിപുലമായ രീതിയിൽ വടക്കുന്നാഥനിലേക്ക് എത്തുന്നത്. നേരെ വടക്കുന്നാഥൻ്റെ ശ്രീമൂല സ്ഥാനത്താണ് എത്തിച്ചേരുക. അവിടെ നിന്ന് വടക്കുന്നാഥനെ ക്ഷേത്രത്തിലേക്ക് കടന്ന് വടക്കുന്നാഥനെ വണങ്ങിയ ശേഷമാണ് പിന്നീട് തെക്കേ ഗോപുരനട തുറക്കുന്ന ചടങ്ങ് നടക്കുക. തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം ഈ മുണ്ടത്തിക്കോട് ദുരന്തമുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. അതിൻ്റെ അലയൊലികൾ ഇനിയും അടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും പരിശോധന നടക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ തൃശ്ശൂർ പൂരം നടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ വേദനയോടുകൂടി തന്നെയാണ് ഇത്തവണ തൃശ്ശൂർ പൂരത്തെ തൃശ്ശൂർക്കാർ വരവേൽക്കുന്നത്. പക്ഷേ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെ മാത്രമല്ല, ഈ ലോകം മുഴുവൻ ഏവരും, മലയാളികളായ ഏവരും അന്യ രാജ്യങ്ങളിൽ നിന്നുള്ള പൂരം തൃശ്ശൂർ പൂരം കാണുന്നതിന് എത്തുന്നുണ്ട്. അത്തരത്തിലൊരു തൃശ്ശൂർ പൂരം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതില്ല എന്ന തീരുമാനം അവസാന ഘട്ടത്തിൽ എടുക്കുകയായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് തൃശ്ശൂർ പൂരം വെടിക്കെട്ടൊക്കെ ഒഴിവാക്കിക്കൊണ്ട് തൃശ്ശൂർ പൂരം കുടമാറ്റം 15 മിനിറ്റ് മാത്രം ചുരുക്കിക്കൊണ്ട് മറ്റ് എല്ലാ ചടങ്ങുകളും അതുപോലെ തന്നെ നടത്താൻ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറെ വേദനയോടുകൂടി തന്നെയാണ് ഈ തൃശ്ശൂർ പൂരം കൊണ്ടാടുന്നതും ആഘോഷിക്കുന്നതും അതിൻ്റെ എല്ലാ ചടങ്ങുകളും നടക്കുന്നതും. ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ വിളംബരം 11 മണിയോടുകൂടി നടക്കും. തൃശ്ശൂരിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്ന വിളംബര ചടങ്ങ് 11 മണിക്ക് എനിക്ക് പുറകിൽ കടന്ന തെക്കേ ഗോപുരനട തുറക്കുന്നതോടുകൂടിയാണ് ഔദ്യോഗികമായി ആരംഭിക്കുക. അതേസമയം കഴിഞ്ഞ ദിവസം മരിച്ച തിരുവമ്പാടിയുടെ വെടിക്കെട്ട് ലൈസൻസി മുണ്ടത്തിക്കോട് സതീശൻ്റെ മൃതദേഹം ഇന്ന് വൈകിട്ട് സംസ്കരിക്കുക. രാവിലെ വീടിന് സമീപത്തുള്ള സ്കൂളിൽ പൊതുദർശനത്തിലേക്ക്, പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുപോകും. ഉച്ചതിരിഞ്ഞായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്ന് വൈകിട്ട് ഈ പൂരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആനകളുടെ ഫിറ്റ്നസ് പരിശോധന തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കും. വിളംബരം ഇന്ന് നെയ്തലക്കാവ് ഭഗവതി വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി തെക്കേ ഗോപുരം തുറക്കുന്നതോടെയാണ് ചടങ്ങ് പൂർത്തിയാവുക. എന്നാലും ഈ ഒരു ദുരന്തത്തിന് ശേഷം ഉണ്ടാകുന്നത് അത്രയേറെ സങ്കടത്തോടു കൂടി തന്നെയാണ്. പക്ഷെ അപ്പോഴും ചടങ്ങുകളോടുകൂടി തന്നെ പൂരം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ജേസൺ ചാമോളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്.